ഹലോ നമസ്കാരം. നിങ്ങൾക്കുള്ള ഒരു 3 കാർഡ് ടൈംലെസ് ടാരോ ഗൈഡൻസ് ആണ്. അപ്പോൾ നിങ്ങളോട് എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഇൻ ബിറ്റ്വീൻ പീരീഡ് ആണ്. ഓക്കെ, നിങ്ങളുടെ സ്ട്രഗ്ലിംഗ് ഫേസിൽ നിന്ന് നിങ്ങൾ കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഭാവിയിൽ എന്താണ് എന്നറിയാത്തൊരവസ്ഥയിൽ നിന്നൊക്കെ നിന്ന് നിങ്ങൾ അവിടെ നിന്ന് മാറി ഇപ്പം നിങ്ങൾ ഒരു അടുത്ത, അതായത് വളരെ ബ്രൈറ്റ്ഫുൾ ആയിട്ടുള്ള, വളരെ എന്താ പറയുക, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒരു ഘട്ടത്തിലേക്ക് നിങ്ങൾ കടക്കുകയാണ്. നമുക്ക് വേൾഡ് കാർഡാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുൻപത്തെ ഒരു നിമിഷത്തിലാണ് നിങ്ങൾ ആയിരിക്കുന്നത്. ആ ഒരു സമയത്താണ് നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഒരു ഇൻ ബിറ്റ്വീൻ സ്റ്റേജ് എന്നൊക്കെ പറയും. നിങ്ങളോട് പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങളിപ്പോ നിങ്ങളുടെ ഒരു ലക്ഷ്യങ്ങൾ നിങ്ങൾ അത് നേടിയെടുക്കാനായിട്ട് കുറേ നാളെ പരിശ്രമിക്കുന്നതാണ്. നിങ്ങൾ ഈ കഷ്ടപ്പാടുകൾ അനുഭവിച്ച സമയത്ത് നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നു, ഒരു മാറ്റം കണ്ടിട്ടില്ല. ഇപ്പോഴും പരിശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഇപ്പോഴും ഒരു റിസൾട്ട് കാണാതാകുമ്പോൾ അപ്പൊ നിങ്ങൾക്കൊരു തോന്നലാണ്, ഇനി ഇതായിരിക്കില്ല ചിലപ്പോൾ ഞാൻ നോക്കേണ്ടിരുന്നത്, അല്ലെങ്കിൽ ഇതിൽ ഇനി വർക്ക് ചെയ്യേണ്ടതിൽ കാര്യമില്ല എന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നു അതിൽ തന്നെ വർക്ക് ചെയ്യുക, അത് കൈവിടാൻ പാടില്ല. ഇതിനാൽ എന്താ പറയാ, അവസാന നിമിഷം നമ്മൾ കലൊടക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു ലെവല് ആണ് ആയിരിക്കുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നത് റിഗ്രറ്റ് ചെയ്യും. അപ്പൊ നിങ്ങളിപ്പോ എടുക്കുന്ന ഹാർഡ് വർക്ക് കുറച്ച് നാളും കൂടിയാണ് നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടി വരുള്ളൂ. വളരെ പെട്ടെന്ന് തന്നെയാണ് ഈ ഒരു മാറ്റം, ഈ ഒരു ഷിഫ്റ്റ് കാണുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇത്രയും നാളും കാത്തിരുന്നതാണ്, ഇത്രയും ക്ഷമയോടെ നിങ്ങൾ പരിശ്രമിച്ചതാണ്. അപ്പൊ ഈ അവസാന നിമിഷം നിങ്ങൾ അതെല്ലാം വേണ്ടാന്ന് വെക്കരുത്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളൊരു സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പരിശ്രമിക്കുന്നത് എന്ന് കാണുന്നു. ആ സാമ്പത്തിക ഭദ്രത നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വളരെ ഉയർന്ന രീതിയിലാണ് നിങ്ങളിലേക്ക് വരുന്നത്. നമുക്ക് 9 ഓഫ് വീൽസ്, അതായത് 9 ഓഫ് പെന്റക്കിൾസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ആ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതിൽ നിന്ന് വളരെ വലിയ മാറ്റം, ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു മാറ്റം, അങ്ങനെയാണ് കാണുന്നത്. അപ്പൊ അതിന്റെ തൊട്ടു മുന്നത്തെ ഒരു സ്റ്റേജിലാണ്, അതിന്റെ ഒരു മുന്നൊരുക്കം എന്നൊക്കെ പറയാം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു നിമിഷം നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളെ ആ ഒരു ഫൈനാൻഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടി പരിശ്രമിക്കുന്നത്, നിങ്ങൾ അത് മാനിഫെസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു, അത് ഈ അവസാന നിമിഷം വേണ്ടാന്ന് വെക്കാൻ പാടില്ല എന്ന് പറയുന്നു. ഓക്കെ. കുറച്ച് നാളും കൂടെ നിങ്ങൾ കാത്തിരുന്നാൽ മതി. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കേൾക്കുന്നത് ദ സൺ ഈസ് ഫൈനലി ഷൈനിങ്, ആ ഒരവസ്ഥയാണ്. ഓക്കെ. കാർമേഘം മൂടി നിന്നൊരവസ്ഥയിൽ നിന്ന് വളരെയധികം പ്രകാശം നിറഞ്ഞ വളരെ സുന്ദരമായൊരു ഘട്ടത്തിലേക്ക്, ഒരു കാലഘട്ടത്തിലേക്കാണ് നിങ്ങൾ കടക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ. അപ്പോൾ ഈ അവസാന നിമിഷം അതെല്ലാം വേണ്ടാന്ന് വെക്കരുത്. പ്രതീക്ഷയോടെ തന്നെ ഇരിക്കുക. യൂണിവേഴ്സിന്റെ പ്ലാനിൽ വിശ്വസിക്കുക.